പരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, കടകമ്പോളങ്ങളിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങൾ ദേശത്ത് കടന്നു വന്നതിൻ്റെ ഉദ്ദേശം ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതിന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്തിന് ബോധവൽക്കരണം ഈ കാലഘട്ടങ്ങളിൽ നടത്തണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ കൂടിയൊക്കെ കടന്നു വരുന്ന വാർത്തകൾ നമ്മുടെ കാതുകളിൽ കേൾക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന ഒട്ടനവധി വാർത്തകൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നവരാണ്. പലപ്പോഴും പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവർ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ അവർക്ക് പോലും അറിയാത്ത നിലവാരത്തിൽ ബോധം നഷ്ടപ്പെട്ട അബോധാവസ്ഥയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അവരെ വിലങ്ങ് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മദ്യവും മയക്കുമരുന്നും അവരെ അതിൻ്റെ ആസക്തിയിലായിട്ട് അവർ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾ അവർക്ക് പോലും അറിയാത്ത ഒട്ടനവധി വാർത്തകൾ നമ്മൾ ദിനംപ്രതി വാർത്തകളിൽ വായിക്കുന്നവരല്ലേ. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഇതേപോലെ കവലകളിലൊക്കെ ബോധവൽക്കരണ സന്ദേശയാത്രയായി കടന്നു വരുവാനിടയാകുന്നത്. എന്തിനു പറയണം, നമ്മുടെ അധികാരികൾ പോലും ബോധവൽക്കരണത്തിന് വേണ്ടി ഒട്ടനവധി സംഭവങ്ങൾ, ഒട്ടനവധി സാമ്പത്തികങ്ങൾ ചെലവഴിച്ചുകൊണ്ട് സ്കൂളുകളിലും കലാലയങ്ങളിലൊക്കെ ബോധവൽക്കരണത്തിന് വേണ്ടി ഒട്ടനവധി പ്രോഗ്രാമുകൾ ചെയ്യുന്നത് നമ്മൾ ദിനംപ്രതി കണ്ടുവരുന്നവരാണ്. കലാലയങ്ങളിൽ തുടങ്ങി ആരംഭിക്കുന്ന ചില കൂട്ടുകെട്ടുകൾ, എല്ലാ കൂട്ടുകെട്ടുകളും നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമെന്നുള്ളതിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നല്ല കൂട്ടുകെട്ടുകളുമുണ്ട്, ചീത്ത കൂട്ടുകെട്ടുകളുമുണ്ട്. പലപ്പോഴും ചീത്ത കൂട്ടുകെട്ടുകൾ അവരെ കൊണ്ടെത്തിക്കുന്നത് മരണമെന്ന മാസ്മരിക സത്യം അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര ഒട്ടനവധി ചെറുപ്പക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചവരല്ലേ. പലപ്പോഴും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചും അവർക്ക് പോലും നിയന്ത്രിക്കുവാൻ കഴിയാതെ ലഹരിയുടെ ആസക്തിയിൽ അവർ യാത്ര ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുമ്പോൾ ഞങ്ങൾക്ക് ഈ ദേശത്തോട് പറയുവാനുള്ളത്, പ്രിയ സുഹൃത്തെ, താങ്കൾ ഏത് വിഷയത്തിൻ്റെ നടുവിലും ആയിക്കൊള്ളട്ടെ, മദ്യം, മയക്കുമരുന്ന് അതുപോലുള്ള ഒട്ടനവധി സംഭവങ്ങളിൽ താങ്കൾ അടിമപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണോ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നത്? താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിന് വിരാമമിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എന്താണ് രക്ഷ, എന്താണ് സുവിശേഷമെന്നൊക്കെ പലരും ഞങ്ങൾ കവലകളിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്താണ് സുവിശേഷം, എന്താണ് രക്ഷ? രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ പറയുവാനുള്ള ഒരു ഡെഫിനിഷൻ എന്നുള്ളത്, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതലാണ് രക്ഷ എന്ന് തിരിച്ചറിയുവാൻ കഴിയും. എന്തിന് നാം രക്ഷിക്കപ്പെടണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കുമ്പോൾ, താങ്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ ലോകത്തിൻ്റെ ഒരു സംഹിതകൾക്കും കഴിയാതിരിക്കുമ്പോൾ, ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒട്ടനവധി നാമങ്ങളില്ല. ലോകത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവർക്കൊക്കെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, ഒരു മനുഷ്യനും ദൈവമായി തീരുവാൻ കഴിയത്തില്ല എന്നുള്ള സത്യം താങ്കൾ തിരിച്ചറിയേണ്ടത് വളരെ സത്യമാണ്. ഈ ലോകത്തിലേക്ക് തൻ്റെ സ്വർഗീയ സുഖങ്ങളെ വെടിഞ്ഞ്, സ്വർഗത്തിലെ സകല സുഖങ്ങളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ചാടുവന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള വ്യക്തിജീവിതങ്ങളെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോചിപ്പിച്ച് ഒരു രക്ഷയിലേക്ക് നയിക്കുവാനാണെന്നുള്ള സത്യം
ഇന്ന് പകൽ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ സുവിശേഷങ്ങൾ പറയുമ്പോൾ പലരും ഇത് അവജ്ഞയോടെ കളയാറുണ്ട്, അവജ്ഞയോടെ അത് തള്ളിക്കളയാറുണ്ട്. എന്നാൽ ഒന്ന് വിളിച്ചു പറയാം, പിൽക്കാലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഇതിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഏതൊക്കെയോ സാഹചര്യത്തിൻ്റെ നടുവിൽ ഈ തിരുവെഴുത്തുകൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇന്ന് മാന്യമായി ഈ കവലയിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുവാൻ കഴിയുന്നത്. പലപ്പോഴും പല വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ അധ്വാനിച്ചിട്ട് വൈകിട്ട് ശമ്പളം കിട്ടുമ്പോൾ അത് കുടിച്ച് അവർക്ക് ബോധമില്ലാതെ വഴിയോരങ്ങളിൽ കടച്ചിണ്ണകളിലൊക്കെ വസ്ത്രങ്ങൾ പോലുമില്ലാതെ അവജ്ഞയോടെ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്ക് നാണം വരുത്തുന്ന നിലവാരത്തിൽ ജീവിതം തള്ളി നിൽക്കുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് പോലും അവരെക്കുറിച്ച് ഒരു സുബോധമില്ലാതെ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയാം, നിങ്ങളെ ദേശത്ത് മാന്യനാക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിൽ നിന്നും താങ്കളെ വിമുക്തമാക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങളിവിടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. താങ്കൾ ഒരുപക്ഷേ ഭവനത്തിൽ ഏത് പ്രയാസത്തോടെ നിരാശയോടെ ആയിരുന്നു കൊള്ളട്ടെ, എന്നാൽ ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. പലരും തെറ്റിദ്ധരിച്ച് ഇത് മതത്തിൻ്റെ പ്രസംഗമാണ്, ഇത് സാമ്പത്തികം വർദ്ധിപ്പിക്കുന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് പലരും ഈ മാർഗത്തിലേക്ക് കടന്നു വരാറുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പലരും ഈ പെന്തിക്കോസിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗത്തെ സാമ്പത്തിക നേട്ടങ്ങൾക്കോ ഉന്നമനങ്ങൾക്കോ വേണ്ടി പലരും ഇതിനെ വളച്ചുകുത്തുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ മാർഗത്തിലേക്ക് കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, പ്രതികൂലമൊക്കെ ഉണ്ട്, എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ഞങ്ങളെ അന്ത്യത്തോളം നടത്തുവാൻ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളെ നിത്യതയിൽ എത്തിക്കുന്ന ഒരു നല്ല വർത്തമാനമാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കേട്ട് അതിനെ അനുസരിച്ച് അതിനെ പിൻപറ്റുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയ സ്നേഹിത, പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ തനിക്ക് പുറത്തു വരുവാൻ കഴിയാത്ത ഏത് നിരാശയുടെയോ അല്ലെങ്കിൽ കടഭാരത്തിൻ്റെ മറ്റ് ഏത് പ്രശ്നത്തിൻ്റെ നടുവിൽ കൂടി താങ്കൾ കടന്നുപോയാലും താങ്കളുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തി, താങ്കളുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്തി, ഒരു പുതിയ സൃഷ്ടിയാക്കി തങ്ങളെ തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. എൻ്റെ ശബ്ദം ഭവനങ്ങളിൽ കേട്ടുകൊണ്ടായിരിക്കുന്ന പ്രിയ സ്നേഹിത സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന, തലമുറകളെ കുറിച്ച് വേദനപ്പെടുന്ന മാതാപിതാക്കൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ തലമുറകളുടെ മദ്യത്തിനും മയക്കുമരുന്നിലും ആയിരിക്കുന്ന നിങ്ങളുടെ തലമുറകളെ ഒരു നല്ല വ്യക്തിയാക്കി, നല്ല വ്യക്തിത്വമാക്കി, സമൂഹത്തിൽ കൊള്ളാകുന്ന ഒരു വ്യക്തിയാക്കി തീർക്കണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താങ്കളായിരിക്കുന്ന ഭവനത്തിൻ്റെ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ആ കർത്താവിനെ നിങ്ങളൊന്ന് സ്വീകരിക്കുവാൻ കഴിയുമോ? വചനം ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒട്ടനവധി നാമങ്ങൾ പേരെടുത്തു വരുമ്പോൾ അതിനെയൊക്കെ അവൻ തച്ചുടച്ചുകൊണ്ട് ഇന്ന് പകൽ സന്തോഷ പുരസ്സരം ഞങ്ങൾ പറയുന്നു, യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ആ നല്ല വാർത്ത നിങ്ങളുമായി കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ താങ്കൾ നീറുന്ന വേദനയോടെ ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രദേശത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാൻ, നല്ല വർത്തമാനത്തെ ഈ ദേശത്തോട് കൈമാറുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളിൽ കടാക്ഷിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ദൂരത്തും ചാരത്തുമായിരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച് ഭാരത്തോടെ നിരാശയോടെ എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഞാൻ എങ്ങനെ പുറത്തു വരുമെന്ന് ആഗ്രഹത്തോടെ പ്രത്യാശയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വലിയൊരു രൂപാന്തരം വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കമ്പോളങ്ങളിൽ വ്യാപാരം ചെയ്യുന്ന വ്യാപാരി വ്യവസായികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യാപാര വ്യവസായത്തിൽ വർധന വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓട്ടങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന യൗവനക്കാർക്കായി ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദേശനിവാസികൾക്കും ക്രിസ്തുയേശുവിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.